തിരുവചനത്തിലൂടെ ആഴമായ ദൈവസ്നേഹം പകർന്നുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്റെ വിജയവീതിയിലൂടെ പോപ്പുലർ മിഷൻ ധ്യാനം താമരശ്ശേരി രൂപതയിൽ കണ്ണോത്ത് സെയിന്റ് മേരീസ് ഇടവകയും തെയ്യപ്പാറ സെയിന്റ് തോമസ് ഇടവകയും ചേർന്ന് ഒരു ദേശത്തിന്റെ മുഴുവൻ നവീകരണത്തിനായി ഒരുമിച്ച് കൂടിയ ദിനങ്ങൾ. രക്ഷകനായ യേശുവിന് ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കുവിൻ എന്ന ആഹ്വാനത്തോടെ വ്യക്തികളുടെ മാനസാന്തരം, കുടുംബങ്ങളുടെ നവീകരണം, ഇടവകയുടെ സ്നേഹ കൂട്ടായ്മ എന്നിവ ലക്ഷ്യം വെച്ച് നടത്തപ്പെടുന്ന പോപ്പുലർ മിഷൻ ധ്യാനം ദിവ്യബലിയിലൂടെ, കൂദാശകളിലൂടെ, വിവാഹവൃത നവീകരണ വാഗ്ദാനങ്ങളിലൂടെ, പരസ്പര സ്നേഹ കൂട്ടായ്മയിലൂടെ, വചന ശുശ്രൂഷയിലൂടെയുള്ള സ്നേഹദിനങ്ങൾ. താമരശ്ശേരി രൂപതയിലെ കണ്ണോത്ത് സെയിന്റ് മേരീസ് ദേവാലയവും തെയ്യപ്പാറ സെയിന്റ് തോമസ് ദേവാലയവും ചേർന്ന് 3 കേന്ദ്രങ്ങളിലായി ഒരു ദേശത്തെ ജനതയെ മുഴുവൻ ദൈവരാജ്യത്തിന്റെ മക്കളായി മാറ്റിയ ആത്മീയതയുടെ ആഘോഷ ദിനങ്ങൾ. പോപ്പുലർ മിഷൻ ധ്യാനം. എൻ്റെ പേര് ഫാദർ ജോസ് പെണ്ണാപറമ്പിൽ. താമരശ്ശേരി രൂപതയിൽപ്പെട്ട തെയ്യപ്പാറ പള്ളിയിലെ വികാരിയാണ് ഞാൻ രൂപതയിലെ വികാരി എന്ന നിലയിൽ കൂടാതെ രൂപതയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉത്തരവാദിത്വം കൂടെ എനിക്കുണ്ട്. രൂപതയുടെ പ്രോ ലൈഫിൻ്റെ, ഇൻഫാമിൻ്റെ, യൂതിത്ത് ഫോറത്തിൻ്റെയും ഡയറക്ടറാണ്. കൂടാതെ എക്യുമെനിസത്തിൻ്റെ ഡയറക്ടറായിട്ടും ഞാൻ സേവനം ചെയ്യുന്നു. തെയ്യപ്പാറ ഇടവകയും കണ്ണോത്ത് സെൻറ്റ് മേരീസ് ഇടവകയും സംയുക്തമായി ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടത്തപ്പെടുക. സാധാരണഗതിയിൽ 20 വർഷത്തിനുള്ളിലാണല്ലോ പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ നടത്തപ്പെടുക. കണ്ണോത്ത് ഇടവകയിൽ ഇതിനു മുമ്പ് 2 പ്രാവശ്യം പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പ്രദേശത്തെ ആളുകൾക്ക് പോപ്പുലർ മിഷൻ ധ്യാനം എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഈ പുതു കാലഘട്ടത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഒത്തിരിയേറെ പ്രസക്തിയുണ്ട്. ഈ തെയ്യപ്പാറ കണ്ണോത്ത് മേഖല എന്ന് പറയുന്നത് ഒരു കർഷക മേഖലയാണ്. ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും വിശ്വാസികളും സാധാ കർഷകരാണ്. ദൈവത്തോട് കൂടുതൽ അടുത്തുള്ളവർ, സാധാരണ പള്ളിയിൽ വരുന്നവർ, ദൈവവിശ്വാസം പാലിക്കുന്നവർ, കുടുംബ കൂട്ടായ്മയിൽ, മറ്റ് സംഘടനകളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ളവർ. ഈ പ്രദേശത്ത് പോപ്പുലർ മിഷൻ ധ്യാനം പുതുതലമുറയ്ക്ക് ഒരു പുതിയ അനുഭവമാണ്. അതിരാവിലെ എണീറ്റ് വരികയും ജാഥയായിട്ട് വന്ന് മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കുക ഒരു പുതിയ അനുഭവമാണ് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം. തെയ്യപ്പാറ ഇടവകയിൽ നിന്ന് 2 കിലോമീറ്ററോളം അകലെയുള്ള ഒരു സെൻറ്ററിലാണ് ഈ ധ്യാനം നടത്തപ്പെട്ടിരിക്കുന്നത്. തെയ്യപ്പാറയും കണ്ണോത്തും കൂടെ സംയുക്തമായി 3 സെൻറ്ററുകളിൽ നടത്തപ്പെടുന്ന ഒരു സെൻറ്ററാണ് കണ്ണോത്ത് UP സ്കൂളിലുള്ളത്. തെയ്യപ്പാറയിലെ ജനങ്ങൾ അവിടെയാണ് വരിക. രാവിലെ എണീറ്റ് വരുന്നതോടൊപ്പം ഈ ധ്യാനത്തിൽ പലരെയും ആകർഷിച്ച ഒരു ഘടകം, കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഇരിക്കുകയും അവരുടെയൊക്കെ തലയിൽ കൈവച്ച് മാതാപിതാക്കന്മാർ മക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും മാതാപിതാക്കന്മാർ പരസ്പരം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പുതിയ അനുഭവമാണ് ഈ തലമുറയ്ക്ക്. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനും അതുവഴി സഹോദരങ്ങളോട് കൂടുതൽ അടുക്കുവാനും ഇത്തരമുള്ള ധ്യാനങ്ങൾ വളരെ സഹായകമാണ്. ഇതുപോലുള്ള ധ്യാനങ്ങൾ നടത്തപ്പെടുന്നതിന് കാരണം താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലിയോടനുബന്ധിച്ച് രൂപതയിലെ എല്ലാ ഇടവകളിലും ഈ ധ്യാനം നടത്തപ്പെടുത്തുന്നുണ്ട്. ഈ തെയ്യപ്പാറ കണ്ണോത്ത് ഇടവകയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ ഇത് രേഖപ്പെടുത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇത്രമാത്രം ഒരു ജനപങ്കാളിത്തത്തോടെ നടത്തപ്പെട്ട ധ്യാനങ്ങൾ വളരെ വിരളമാണ്. അതിനാൽ ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം ഈ ധ്യാനം സംഘടിപ്പിച്ച വിൻസെൻഷൻ വൈദികരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയും അവരോടുള്ള നന്ദിയും കടപ്പാടും തെയ്യപ്പാറ കണ്ണോത്ത് ഇടവകയുടെ പേരിൽ അർപ്പിക്കുകയും ചെയ്യുന്നു.
യേശുവിൻ്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിൻ്റെ പിന്നാലെ പോവുക നാം യേശുവിൻ്റെ പിന്നാലെ സ്നേഹത്തിൻ്റെ പതാകയുമേന്തി യേശുവിൻ്റെ പിന്നാലെ പോവുക നാം യേശുവിൻ്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിൻ്റെ പിന്നാലെ. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിന്റെ 17-ാം അധ്യായം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിന്റെ 17-ാം അധ്യായം. അവിടെയാണ് ഇസ്രായേൽ ജനം ഏലാ താഴ്വരയ്ക്ക് സമീപം പാളയമടിച്ച് വിശ്രമിക്കുകയാണ്. ആ ജനത്തെ നയിക്കുന്നത് സാവൂളാണ്. സാവൂള് രാജാവാണ്. ഇങ്ങനെ പാളയമടിച്ച് വിശ്രമിക്കുന്ന ഈ ദൈവജനം നേരം വെളുത്തു വരുമ്പോൾ എതിർവശത്തുള്ള മലയുടെ മുകളിൽ നിന്ന് ഈ ഒരു സ്വരം കേട്ടുകൊണ്ടാണ് ഉണരുക. എതിർവശത്തുള്ള മലമുകളിൽ നിന്ന് ഇവരെ നോക്കി ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നു. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നു. ദൈവം കൂടെയുള്ള നിങ്ങൾ, ദൈവത്തിൻ്റെ മക്കളായ നിങ്ങളിൽ ആർക്കുണ്ട് ധൈര്യമുള്ളവൻ ഇറങ്ങി വാ ഞാനുമായിട്ട് മല്ലടിക്കാൻ. ഇതാണ് ഇവർ കേൾക്കുന്ന സ്വരം. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് അഭിമാനിച്ച് നിങ്ങൾ നടക്കുന്നു. ദൈവം കൂടെയുള്ള നിങ്ങളിൽ ആർക്കുണ്ട് ധൈര്യം ഇറങ്ങി വന്ന് ഈ ഞാനുമായി മല്ലടിക്കാൻ? ആരുടെ സ്വരമാണിത് എന്ന് അറിയാവുന്നവരിവിടെ കാണും. ഇത് ഫിലിസ്തീയ മല്ലനായ ഗോലിയാത്തിന്റെ സ്വരമാണ്. ഗോലിയാത്താണ് ഈ ദൈവജനത്തെ വെല്ലുവിളിക്കുക, ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുക. ഈ വെല്ലുവിളി കേട്ടുണരുന്ന ഈ ദൈവജനം പാളയമിട്ട് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഭീമാകാരനായ ഒരു മനുഷ്യനാണ്. ഗോലിയാത്തിന്റെ പൊക്കവും ഗോലിയാത്തിന്റെ വണ്ണവും ഗോലിയാത്തിന്റെ തൂക്കവും. ഈ ഗോലിയാത്ത് ധരിച്ചിരിക്കുന്ന പടച്ചട്ടയും ധരിച്ചിരിക്കുന്ന പടത്തൊപ്പിയും അതിൻ്റെ വലിപ്പവും തൂക്കവും എല്ലാം ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. വായിച്ചു പോകുന്നത് നമുക്ക് പേടി തോന്നുമാറ് ഈ ഗോലിയാത്തിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു ഈ അധ്യായം. ഇത്രയും ഭീമാകാരനായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യനെ കണ്ടുകൊണ്ട് ഓരോരുത്തരും തിരികെ പാളയത്തിൽ കയറുന്നു. പേടിച്ചു വിറച്ച് പാളയത്തിൽ കയറുന്നു. വലിയ ഉത്സാഹത്തോടെ ആവേശത്തോടെ വന്ന ഇസ്രായേൽ ജനം ഈ ഗോലിയാത്തിന്റെ മുമ്പിൽ വിറച്ചു നിൽക്കുകയാണ്. ഈ നേരത്താണ് അവിടേക്ക് ഒരു കൊച്ചു ബാലൻ കടന്നു ചെല്ലുന്നുണ്ട്. ആരാണ് എന്നറിയാം നിങ്ങൾക്ക്? ആരാണത്? ജസ്സയുടെ മകനായ ദാവീദാണത്. ദാവീദിന്റെ 2 ചേട്ടന്മാർ ഈ പാളയത്തിലുണ്ട്, ഇസ്രായേൽ സൈന്യത്തിലുണ്ട്. ആ ചേട്ടന്മാർക്ക് കഴിക്കാനുള്ള പ്രഭാത ഭക്ഷണ പൊതിയുമായി പാളയത്തിലെത്തുന്ന ദാവീദ് ഇതാണ് കാണുക. ഇവരെല്ലാം പേടിച്ചു വിറച്ചിരിക്കുന്നു. കാര്യം തിരക്കുമ്പോൾ പറയുന്നു, ഗോലിയാത്ത് എന്ന മല്ലനായ മനുഷ്യൻ മുൻപിലുണ്ട്. ഗോലിയാത്ത് വെല്ലുവിളിച്ച് വഴിയിൽ തടസ്സമായി ഗോലിയാത്ത് നിൽക്കുന്നു. ദാവീദ് സാവൂളിനോട് ചോദിക്കും, രാജാവേ, ദൈവം കൂടെയില്ലേ? നമ്മുടെ ദൈവത്തിന്റെ ശക്തി നമ്മോടൊത്തില്ലേ? ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഗോലിയാത്തിനെ കാണുമ്പോൾ പേടിച്ച് നാം പിന്നോട്ട് മാറേണ്ടതുണ്ടോ? ദൈവമല്ലേ നമ്മെ ഇതുവരെ നയിച്ചത്? ചെങ്കടൽ തീരത്ത് വഴിമുട്ടി നിന്നപ്പോൾ പെരുവെള്ളത്തിൽ വഴിവെട്ടി മുന്നോട്ട് നയിച്ചു ദൈവം. മരുഭൂമി യാത്രക്കിടയ്ക്ക് വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോൾ പാറയിൽ നിന്ന് പോലും വെള്ളം പൊട്ടിയൊഴുക്കി ദൈവം നമുക്ക് തന്നു. ആ ദൈവം കൂടെയുണ്ടെങ്കിൽ ഗോലിയാത്തിനെ തോൽപ്പിക്കാനാകും രാജാവേ. നമുക്ക് അങ്ങിറങ്ങി ചെല്ലണം, വെല്ലുവിളി ഏറ്റെടുക്കണം, ഗോലിയാത്തുമായി മല്ലടിക്കണം. ദൈവം കൂടെയുണ്ടെങ്കിൽ അങ്ങേക്ക് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ പറ്റും. സാവൂള് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുന്നോട്ട് വരില്ല. ദാവീദ് പറയും, നിങ്ങളാരും ഗോലിയാത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കില്ലെങ്കിൽ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഞാനിത് അവനുമായി മല്ലടിക്കാൻ മുന്നോട്ട് വരുന്നു. സാവൂള് തടസ്സം പറയും. ഈ പാളയത്തിലുള്ള മുതിർന്നവരൊക്കെ ഈ കൊച്ചു ദാവീദിനെ തടസ്സപ്പെടുത്തും. നീ പോകരുത്, ഗോലിയാത്ത് ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരുവൻ വന്ന് ഞാനുമായി മല്ലടിച്ച് അവനെ ഞാൻ തോൽപ്പിച്ചാൽ ഇസ്രായേൽ സൈന്യം മുഴുവനും ഞങ്ങൾ ഫിലിസ്ത്യരുടെ അടിമകളായി കഴിഞ്ഞുകൊള്ളണം. ദാവീദ് പറയും, ഞാൻ തോക്കില്ല, ഞാൻ തനിച്ചല്ല പോവുക. ദൈവത്തിൻ്റെ ശക്തി എന്നിലുണ്ട്, ദൈവം കൂടെയുണ്ട്.
ദൈവം കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഗോലിയാത്തിനെ തോൽപ്പിക്കാനാകും. ദാവീദ് ഇറങ്ങുന്നു ഗോലിയാത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ച് അവനുമായി മല്ലടിക്കാൻ. ഗോലിയാത്തിനെ സമീപിക്കുമ്പോൾ 4-5 കല്ലുകളെടുത്ത് ഒരു കവിണയും കയ്യിലെടുത്ത് ഗോലിയാത്തിനെ സമീപിക്കുമ്പോൾ ഗോലിയാത്ത് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ദാവീദിനോട്, എടാ ചെറുക്ക, നീ വടിയുമായി പട്ടിയെ തല്ലിക്കൊല്ലാൻ എന്ന പോലെ നീ വരുന്നു എൻ്റെ അരികിലേക്ക്. നിന്നെ ഞാൻ ഇന്ന് വലിച്ചു കീറും. ഒരു പകുതി ഞാൻ കാട്ടിലെ മൃഗങ്ങൾക്ക് കൊടുക്കും, രണ്ടാമത്തെ പകുതി ആകാശത്തിലെ പറവകൾക്ക് കൊത്തി തിന്നാൻ വേണ്ടി നിന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കും. എന്നിട്ട് നിന്റെ രാജാവ് സാവൂളിനെയും ദൈവം കൂടെയുണ്ടെന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെ മുഴുവനെയും ഞങ്ങൾ ഫിലിസ്ത്യരുടെ അടിമകളാക്കും. ദാവീദ് പറയും, ഇല്ല ഗോലിയാത്തെ, നീ തോൽപ്പിക്കില്ല എന്നെ. ഞാൻ തനിച്ചല്ല വരിക, എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ കൂടെ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ തോൽപ്പിക്കും. എന്ത് സംഭവിക്കുന്നു പിന്നീടെന്ന് നമുക്കറിയാം. ഞാൻ ഇനിയും പറഞ്ഞു പോകുന്നില്ല. ഈ ഗോലിയാത്തിനെ സമീപിക്കുന്ന ദാവീദ് മല്ലടിക്കുന്നു. ഗോലിയാത്തിനെ ദാവീദ് മലർത്തിയടിക്കുന്നു. അവന്റെ കഴുത്തു ദാവീദ് അറുത്തുമാറ്റുന്നു, കൊന്നുകളയുന്നു. ഗോലിയാത്തിനെ തോൽപ്പിച്ച് ദൈവജനം വീണ്ടും ദൈവം തെളിക്കുന്ന വഴികളിലൂടെ മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാഗം പരാമർശിക്കുമ്പം ഇത്ര മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ ഗോലിയാത്ത് ഒരു വ്യക്തി എന്നതിനേക്കാൾ ഈ ഗോലിയാത്ത് ഒരു പ്രതീകമാണ്. ഈ ഗോലിയാത്ത് ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ് ഗോലിയാത്ത്? തിന്മയുടെ പ്രതീകമാണ് ഗോലിയാത്ത്. നാരകീയ ശക്തികളുടെ പ്രതീകമാണ് ഗോലിയാത്ത്. ഒന്നുകൂടി ഞാൻ വ്യക്തതയോടെ സംസാരിച്ചാൽ, ദൈവത്തിൻ്റെ മക്കൾ ദൈവിക വഴികളിലൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ തടസ്സം തീർക്കാൻ വരുന്ന തിന്മയുടെ ശക്തികൾക്ക് പകരമായി നിൽക്കുന്നതാണ് ഈ ഗോലിയാത്ത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കുക, ഈ 3ാമത്തെ പോപ്പുലർ മിഷനും കഴിഞ്ഞ് ഒരുപാട് നല്ല തീരുമാനമെടുത്ത് ഇപ്പോൾ ഈ തോമസ് അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കൈപൊക്കിയില്ലേ? ജീവിതം നവീകരിക്കപ്പെട്ടു. ഇനി ഈശോയോട് ചേർന്നൊരു ജീവിതം. ഞങ്ങളുടെ ഇടവകയ്ക്ക് വലിയ ആത്മീയ ഉണർവ് കിട്ടി. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു. ഈ എടുത്തിരിക്കുന്ന നല്ല തീരുമാനം, ഈ കിട്ടിയിരിക്കുന്ന ദൈവകൃപയുടെ അഭിഷേകം, ഈ അഭിഷേകത്തിൽ ദൈവിക വഴികളിലൂടെ നടന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പം, പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപിലും കടന്നു വരും ഇതുപോലെയുള്ള ഗോലിയാത്തുമാര്. ദൈവത്തിൻ്റെ നല്ല മകനായി മകളായി ദൈവിക വഴികളിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകണം. തീരുമാനമെടുത്ത വഴിയിലൂടെ വിശ്വസ്തയോടെ നിങ്ങളും ഞാനും സഞ്ചരിക്കുമ്പം നമ്മെ പിന്നിലേക്ക് വലിക്കാനും നമ്മുടെ വഴികളിൽ തടസ്സം തീർക്കാനും കടന്നു വരുന്ന തിന്മയുടെ ശക്തിയാണ് ഈ ഗോലിയാത്ത്. കത്തോലിക്ക ആത്മീയത പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാഠം പഠിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. നമ്മൾ എന്നൊക്കെ ദൈവത്തോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച് നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു, അവിടെയൊക്കെ നമ്മെ വഴിതെറ്റിക്കാനും നമ്മെ പിന്നിലേക്ക് വലിക്കാനും തിന്മയുടെ ശക്തികളും കൂടുതലായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. തേജസ്സേറും നിൻ മുഖമിൽ ഹൃദയത്തിൻ ആനന്ദമേ. നമ്മോടുള്ള സ്നേഹത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായി ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന ഈശോയെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് നമുക്ക് നോക്കി പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ നിമിഷങ്ങളിൽ. സങ്കീർത്തനം 34 വചനം ഓർമ്മപ്പെടുത്തുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി. ദൈവമേ, നിന്റെ നിത്യമായ പ്രകാശത്താല്, പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താല് ഞങ്ങളെ ഓരോരുത്തരെ നയിക്കണമേ. ചേർന്ന് പാടാം. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതാ,
നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ആരാധ്യനേശ്വരാ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. ആരാധ്യനേശ്വരാ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. ആരാധന ഈശോയെ ആരാധന ഈശോയേ ആരാധന ഈശോയേ. പാടികേ ആരാധന ഈശോയേ ആരാധന ഈശോയേ. കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. അപ്പസ്തോലർ ആരാധിച്ച പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്നു നൽകണമേ. എല്ലാവരും ഒരു നിമിഷം സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അതരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി കരമടിച്ച് കണ്ണുകൾ അടച്ച് കരമടിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. അപ്പസ്തോലർ ആരാധിച്ച പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്നു നൽകണമേ. വിശ്വാസത്തിൽ വളരുവാൻ, എടുത്ത തീരുമാനങ്ങളിൽ ജീവിതത്തിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആഗ്രഹത്തോടെ കണ്ണുകൾ അടച്ച് കരമടിച്ച് ചേർന്ന് പാടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടാം. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടികേ. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ കരമുയർത്തി കരമടിച്ച് നിറയണമേ. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. പാടികേ. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാ ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടപ്പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകത്താറ്റേ അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതു ജീവൻ പകരണമേ. ആമേൻ. രണ്ടായി മാറ്റിയൊരു അഭിഷേകത്താറ്റേ അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതു ജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഇരുകരങ്ങളും ശിരസ്സോട് ചേർത്ത് കമിഴ്ത്തി വെക്കുന്നു. ഇരുകരങ്ങളും ശിരസ്സോട് ചേർത്ത് കമിഴ്ത്തി വെക്കുന്നു. കണ്ണുകൾ അടയ്ക്കുന്നു. പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ബുദ്ധികളെ, എൻ്റെ കാഴ്ചപ്പാടുകളെ വിശുദ്ധീകരിക്കണമേ. വെൺപ്രാവെന്നതുപോൽ
വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, എൻ്റെ ചിന്താരീതികളെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ സ്വഭാവത്തെ നീ ഏറ്റെടുക്കണമേ. ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ വരികളൊന്ന് പാടി പ്രാർത്ഥിച്ച്. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. ആഗ്രഹത്തോടെ വെൺപ്രാവെന്നതുപോൽ വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ. നെറ്റിയിലൊന്ന് കുരിശ് വരച്ച് ആശീർവദിക്കുന്നു. ഇരുകരങ്ങളും കണ്ണുകളോട്, വലതുകരം വലതു കണ്ണിൽ, ഇടതുകരം ഇടതു കണ്ണോട് ചേർത്ത് വെക്കുന്നു, കണ്ണുകളോട് ചേർത്ത് വെക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ എൻ്റെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ. നല്ലത് കാണുവാൻ, നന്മയായത് കാണുവാൻ എനിക്ക് നീ കൃപയരുളണമേ. ഈശോ ഇതാ അന്ധന്റെ കണ്ണുകളിൽ സ്പർശിച്ചു. അവനോട് ചോദിച്ചു, നീ എന്തു കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷേ അവ മരങ്ങളെ പോലെ ഇരിക്കുന്നു. അവ്യക്തമായ കാഴ്ചകൾ. ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. നല്ലത് കാണുവാൻ, നന്മയായത് കാണുവാൻ, മുൻവിധികളില്ലാതെ, തെറ്റായ കാഴ്ചപ്പാടുകളില്ലാതെ നല്ലത് കാണുവാൻ എനിക്ക് നീ കൃപയല്ലണമേ. വെളിപാട് പുസ്തകം ഓർമ്മപ്പെടുത്തുന്ന നാഥാ, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ജന നീ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ കണ്ണുകൾക്ക് നീ വെളിച്ചം നൽകണമേ. ചേർന്ന് പാടട്ടെ. വെൺപ്രാവെന്നതുപോൽ വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ. കണ്ണുകളെ കുരിശ് വരച്ച് വിശദീകരിക്കുന്നു. ഇരുകരങ്ങളും കാതുകളോട്, വലതുകരം വലതു കാതിൽ, ഇടതുകരം ഇടതു കാതിൽ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധാത്മാവേ, നന്മയായത് കേൾക്കുവാൻ എൻ്റെ കാതുകളെ വിശദീകരിക്കണമേ. മോശം പറയുന്ന, തെറ്റ് പറയുന്നത് കേൾക്കുന്ന ശീലങ്ങളിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ. അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങയുടെ വചനത്തിനായി കാതോർക്കുവാൻ, നന്മ പറയുന്നത് കേൾക്കുവാൻ എൻ്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ. ആഗ്രഹത്തോടെ വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ. കാതുകളിൽ ഒന്ന് കുരിശടയാളം വരയ്ക്കുന്നു. ഇരുകരങ്ങളും ചുണ്ടുകളോടൊന്ന് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച്. പരിശുദ്ധാത്മാവേ, എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അങ്ങയുടെ ദിവികാരുണ്യ സാന്നിധ്യത്തിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഏറ്റവും വീഴ്ച സംഭവിക്കുന്ന ഒരു മേഖല എൻ്റെ നാവിൻ്റെ ദുരുപയോഗമാണ്. പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെട്ടു പോകുന്നു, കോപിക്കുന്നു. ഞാൻ എന്താണ് പറയുന്നതെന്ന് പോലും ചിലപ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല. നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോഴും തിന്മയായത് ഞാൻ പറഞ്ഞു പോകുന്നു. മോശം പറയുന്ന, മറ്റുള്ളവരെ കളിയാക്കുന്ന, കുറ്റപ്പെടുത്തുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും എൻ്റെ അധരത്തെ പരിശുദ്ധാത്മാവെ നീ വിശുദ്ധീകരിക്കണമേ. പ്രവാചകൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാ, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനാ. സെറാഫുകളിലൊന്ന് തീക്കനൽ കൊണ്ട് എന്നെ നാവിനെ സ്പർശിച്ചപ്പോൾ നാവ് വിശുദ്ധീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്വരമായി ഇസ്രായേൽ സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ആത്മസംയമനത്തോടെ സൗമ്യതയോടെ സംസാരിക്കുവാൻ എൻ്റെ നാവിൻ്റെ നിയന്ത്രണം
പരിശുദ്ധാത്മാവേ നീ ഏറ്റെടുക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോലെ വെള്ളിച്ചിറകുകളാലേ ഏറ്റെടുക്കണമേ. പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ദേഷ്യപ്പെടുന്ന കോപിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മോചനം തരണമേ. പ്രാവെന്നതുപോലെ പരിശുദ്ധാത്മാവേ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ ശിരസ് നമിച്ച് എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടിക്കൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ഒരിക്കൽ കൂടി പരിശുദ്ധ പരമമാ സ്വരമുയർത്തി ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നും അങ്ങേക്ക് ആരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ആഞ്ചല. ഞാൻ ക്രിസ്തുദാസി കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. ഇവിടെ തെയ്യപ്പാറ ഇടവകയിൽ സേവനം ചെയ്യുന്നു. സെൻറ്റ് തോമസ് ചർച്ചാണ് ഞങ്ങളുടെ പള്ളി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോപ്പുലർ മിഷൻ ടീമിൻ്റെ ധ്യാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ദൈവാനുഭവപ്രദമായിരുന്ന ഒരു ധ്യാനമായിരുന്നു. ഇടവക ജനങ്ങൾക്കെല്ലാം വിശുദ്ധ കുർബാനയെക്കുറിച്ചും കുമ്പസാരത്തെക്കുറിച്ചും ആഴമായ ബോധ്യം ലഭിക്കുകയും ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് ഒരു വഴി ഒരുക്കി കൊടുക്കുവാനായിട്ടും പോപ്പുലർ മിഷൻ ടീം അംഗങ്ങൾക്ക് ആ വൈദികർക്ക് ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരുപാട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അച്ഛന്മാർ തോമസ് അച്ഛൻ നൽകിയ ഒരു ടോക്ക് വളരെ ആകർഷകമായിരുന്നു. ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ, പ്രത്യേകിച്ച് ഒരു അപ്പത്തിൻ്റെ രൂപത്തിലായിരുന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ ഈശോ മനുഷ്യഹൃദയങ്ങളിൽ എങ്ങനെയാണ് വസിക്കുന്നതെന്ന് വ്യക്തമായിട്ട് തോമസ് അച്ഛൻ എല്ലാവർക്കും പറഞ്ഞു തരികയുണ്ടായിരുന്നു. അത് വളരെ ഒരു വ്യത്യസ്തമായൊരു ചിന്തയും കൂടെയായിരുന്നു. എൻ്റെ പേര് ഡോളി. ഞാൻ തെയ്യപ്പാറ ഇടവകാംഗമാണ്. ഞങ്ങൾ കണ്ണൂത്തും തെയ്യപ്പാറയും സംയുക്തമായിട്ട് നടത്തിയ ധ്യാനമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. നല്ല അനുഭവമായിരുന്നു. ധ്യാനത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരാഴ്ച പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. നല്ല അനുഭവമായിരുന്നു, നല്ല ദൈവാനുഗ്രഹമായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ധ്യാനം കഴിഞ്ഞപ്പോൾ നല്ലോണം എല്ലാവരും നല്ല ദൈവഭക്തിയിൽ പങ്കെടുത്തു. എൻ്റെ പേര് റെജി. ഞാൻ തെയ്യപ്പാറ സെൻറ്റ് തോമസ് ചർച്ച് ഇടവാംഗമാണ്. 30 വർഷം ആയി ഞാൻ പോപ്പുലർ മിഷൻ ധ്യാനം കൂടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു. ഈ ഇടവകയിൽ നിന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഇതിൽ പങ്കെടുത്തു. നല്ലൊരു അനുഭവമായിരുന്നു. ഈ ധ്യാനം നയിച്ച എല്ലാ വൈദികർക്കും തെയ്യപ്പാറ സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.